കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ 1892 പറഞ്ഞിരുന്നത്. അതിന്റെ ധ്വനി ഇപ്പോഴാ മനസ്സിലായത്. സത്യം പറഞ്ഞാല് അതുവരെ അയാളെ വെറുതെ കളിയാക്കി. ഇപ്പൊരാള് പറഞ്ഞതിന്റെ ധ്വനി ഇപ്പോഴാ മനസ്സിലായത്. കാരണം എന്താ വെച്ചാലേ, കൊലയാളികളൊക്കെ ഫുള്ള് എസ്കോർട്ടും പ്രൊട്ടക്ഷനും കൊടുത്തിട്ട് കൊണ്ടുപോണ്. അതിനെതിരെ പ്രതികരിക്കുന്നവരൊക്കെ തൂക്കിയെടുത്തിട്ട് ജീപ്പിലിടുക, കൊണ്ടുപോയി ജയിലിലടക്കുക. പിന്നെ ബസ് കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിലോ ബസ്സിന്റെ ഫുള്ള് കളറാണ് മാറ്റും. സത്യം പറഞ്ഞ എപ്പോഴും മനസ്സിലായത് മൂപ്പരാള് പറഞ്ഞതിന്റെ ഒരു ധ്വനി. എന്നാലും സംഭവം തന്നെ മൂപ്പരാൾ അന്ന് കണ്ടതാണ്. ഇന്നാണ് പ്രാവർത്തികമായിട്ട് എല്ലാ മലയാളികൾക്കും കത്തുന്നത്. സത്യം പറഞ്ഞാല് എന്താ ചെയ്യാ, കേരളത്തിന്റെ ഒരു അവസ്ഥ പോണ പോക്കി. ഇന്ത്യ ന്യൂസ് വരുമ്പോ അതിന്റെ പിന്നാലാണ്ട് പോകും. അത് ഉള്ള ന്യൂസ് സോൾവ് ചെയ്യൂല. ഇപ്പൊ ഇത് യോദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഡ്രഗ്സ് ഒക്കെ നീക്കം ചെയ്യാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം. എത്ര ദിവസം ഉണ്ടാകുമെന്നൊരു പുറത്തില്ലേ. ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവും മിക്കവാറും. അടുത്ത ന്യൂസ് കിട്ടുന്ന വരെ ആയിരിക്കും അത് ഉണ്ടാവുക. എങ്ങനെയാലും കുറച്ച് കാലം പോട്ടെ. അത് വരെയെങ്കിലും കുറച്ച് ഏതെങ്കിലും ഒക്കെ ഒരു മുക്കും മൂലയൊക്കെ ക്ലിയർ ആവുമല്ലോ.